19-ാം നൂറ്റാണ്ടിലെ പ്രശസ്തനായ ഫ്രഞ്ച് ജ്യോതിഷി നോസ്ട്രാഡാമസിനോട് ഉപമിക്കപ്പെടുന്ന 20-ാം നൂറ്റാണ്ടിലെ വിസ്മയിപ്പിക്കുന്ന പ്രവാചക വ്യക്തിത്വമാണ് ബൾഗേറിയക്കാരിയായ വംഗേലിയ പണ്ടേവ ദിമിത്രോവ അഥവാ ബാബ വാങ്ക. ബാൽക്കണിയിലെ നോസ്ട്രാഡാമസ് എന്ന് ലോകമെമ്പാടും അറിയപ്പെടുന്ന ഈ അന്ധമായ മിസ്റ്റിക് മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ നിർണായകമായ സംഭവങ്ങളെക്കുറിച്ച് നൽകിയ പ്രവചനങ്ങളുടെ പേരിൽ ഇന്നും ലോകമെമ്പാടുമുള്ള വിശ്വാസികളെയും സംശയാലുക്കളെയും ഒരുപോലെ ആകർഷിക്കുന്നു. 1911-ൽ ബൾഗേറിയയിലെ സ്ട്രുമിറ്റസയിൽ ജനിച്ച വാങ്ക സാധാരണക്കാരിയായ ഒരു സ്ത്രീയായിരുന്നു. ബാല്യകാലത്ത് ഒരു കൊടുങ്കാറ്റിൽ അകപ്പെട്ട് കണ്ണുകൾക്ക് കാഴ്ച നഷ്ടപ്പെട്ടതോടെയാണ് അവരുടെ ജീവിതം വഴിത്തിരിവാകുന്നത്. കാഴ്ച നഷ്ടപ്പെട്ടതിന് ശേഷം അവർക്ക് ഭാവി സംഭവങ്ങൾ മുൻകൂട്ടി കാണാനുള്ള പ്രത്യേക കഴിവ് ലഭിച്ചു എന്നാണ് വിശ്വാസം. 1996 ഓഗസ്റ്റ് 11-ന് അവർ ലോകത്തോട് വിട പറഞ്ഞെങ്കിലും അവരുടെ വാക്കുകൾ ലോകത്തിന്റെ ഭാവിയിലേക്കുള്ള താക്കോലുകളായി കണക്കാക്കപ്പെടുന്നു. ബാബ വാങ്കയെ ലോക പ്രശസ്തയാക്കിയ പ്രവചനങ്ങളിൽ പലതും സംഭവിച്ചതിന് ശേഷം വ്യാഖ്യാനിക്കപ്പെട്ടതാണോ എന്ന ചോദ്യം നിലനിൽക്കുന്നുണ്ടെങ്കിലും അവയുടെ കൃത്യത പലപ്പോഴും ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. വാങ്കയുടെ ഏറ്റവും ശ്രദ്ധേയമായ പ്രവചനങ്ങളിൽ ഒന്ന് 2001-ലെ അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണങ്ങളാണ്. 1989-ൽ അവർ ഇങ്ങനെ പ്രവചിച്ചു: അമേരിക്കൻ സഹോദരങ്ങളെ ഉരുക്കുപക്ഷികൾ ആക്രമിക്കും, കുറ്റിക്കാട് വീഴും. ഈ പ്രവചനം 2001 സെപ്റ്റംബർ 11-ന് ന്യൂയോർക്കിലെ ഇരട്ട ഗോപുരങ്ങളിലേക്ക് വിമാനങ്ങൾ ഇടിച്ച സംഭവവുമായി ബന്ധപ്പെടുത്തിയാണ് പലരും കാണുന്നത്. അതോടൊപ്പം അമേരിക്കൻ ചരിത്രത്തിലെ ആദ്യത്തെ ആഫ്രിക്കൻ അമേരിക്കൻ പ്രസിഡന്റ് അധികാരത്തിൽ വരുമെന്ന് അവർ കൃത്യമായി പ്രവചിച്ചു. ഇന്ത്യൻ രാഷ്ട്രീയം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നായ ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകവും വാങ്ക മുൻകൂട്ടി കണ്ടു. ഗാന്ധിജി കൊല്ലപ്പെട്ട ദിവസം ധരിച്ചിരുന്ന ഓറഞ്ച് മഞ്ഞ നിറത്തിലുള്ള വസ്ത്രത്തെക്കുറിച്ചുള്ള ദർശനം അവർ പങ്കുവച്ചിരുന്നു. ഡയാന രാജകുമാരിയുടെ ദാരുണമായ മരണം, 2004-ലെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ വിനാശകരമായ സുനാമി പോലുള്ള വലിയ പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയെല്ലാം അവരുടെ പ്രവചനങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട്. ഇതിലെല്ലാം ഉപരിയായി തന്റെ സ്വന്തം മരണം 1996 ഓഗസ്റ്റ് 11-ന് സംഭവിക്കുമെന്ന് അവർ മുൻകൂട്ടി പ്രവചിക്കുകയും അത് സത്യമായി ഭവിക്കുകയും ചെയ്തു. ഭാവിയിലെ സാങ്കേതിക വിപ്ലവം മുതൽ ലോകത്തിന്റെ അന്ത്യം വരെയുള്ള സംഭവങ്ങളെക്കുറിച്ചുള്ള വാങ്കയുടെ പ്രവചനങ്ങൾ മനുഷ്യന്റെ ഭാവിയെക്കുറിച്ചുള്ള ആകാംക്ഷ വർദ്ധിപ്പിക്കുന്നുണ്ട്. 2025-ൽ യൂറോപ്പ് പൂർണ്ണമായും ജനവാസമില്ലാത്ത ഒരു പ്രദേശമായി മാറും. ഈ പ്രവചനം യൂറോപ്യൻ രാജ്യങ്ങളിലെ രാഷ്ട്രീയ സാമ്പത്തിക പ്രതിസന്ധികളെയും ജനസംഖ്യാപരമായ മാറ്റങ്ങളെയും സൂചിപ്പിക്കുന്നുണ്ടായിരിക്കാം. അതോടൊപ്പം 2026 വർഷത്തെക്കുറിച്ച് വാങ്ക നൽകിയിട്ടുള്ള പ്രവചനങ്ങൾ അതീവ ഗൗരവതരമാണ്. ഒരു വൻ ലോക സംഘർഷം അഥവാ ലോകയുദ്ധത്തിന്റെ സാധ്യത അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. പടിഞ്ഞാറൻ ശക്തികളെ തകർക്കാൻ ശേഷിയുള്ള ഈ യുദ്ധം നിലവിലുള്ള ആഗോള അധികാര ശ്രേണിയിൽ ശാശ്വതമായ പുനർനിർമ്മാണത്തിന് വഴിയൊരുക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. 2026-ൽ റഷ്യയിൽ നിന്നും ഒരു ശക്തനായ നേതാവ് ഉയർന്നു വരുമെന്നും ഇദ്ദേഹം ലോകത്തിന്റെ പ്രഭു ആയിരിക്കുമെന്നും വാങ്ക സൂചിപ്പിച്ചു. ഈ നേതാവിന് ലോകമെമ്പാടും അപാരമായ സ്വാധീനം ചെലുത്താൻ കഴിയും. യുദ്ധവും രാഷ്ട്രീയ മാറ്റങ്ങളും കൂടാതെ ആഗോളതലത്തിൽ സാമ്പത്തിക പ്രതിസന്ധി, പണപ്പെരുപ്പം, സ്വർണ്ണവിലയിലുള്ള വൻ വർധനവ് എന്നിവയും അവർ പ്രവചിച്ചു. കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട പ്രകൃതി ദുരന്തങ്ങൾ, വെള്ളപ്പൊക്കം, ഉഷ്ണതരംഗങ്ങൾ, ഭൂകമ്പം മൂലമുണ്ടാകുന്ന വ്യാപകമായ നാശനഷ്ടങ്ങൾ എന്നിവയും ഈ കാലയളവിൽ വർദ്ധിക്കുമെന്നും അവർ പറയുന്നുണ്ട്. 2028 വർഷത്തിൽ ശുഭകരമായ പ്രവചനം നൽകിയിരിക്കുന്നു. പുതിയൊരു ഊർജ്ജ സ്രോതസ് കണ്ടുപിടിക്കപ്പെടുകയും അതോടൊപ്പം ലോക വിശപ്പ് തുടച്ചു മാറ്റപ്പെടുകയും ചെയ്യും. മനുഷ്യൻ ആദ്യമായി സൗരയൂഥത്തിലെ ശുക്രൻ ഗ്രഹത്തിൽ എത്തുമെന്നും വാങ്ക പ്രവചിക്കുന്നു. 2043-ല് യൂറോപ്പ് ഒരു കുതിച്ചുയരുന്ന സമ്പദ് വ്യവസ്ഥ കൈവരിക്കുകയും അത് പ്രധാനമായും ഇസ്ലാമിക സ്വാധീനത്തിലാവുകയും ചെയ്യും. 2046-ല് സിന്തറ്റിക് അവയവങ്ങൾ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും രോഗങ്ങൾക്ക് അറുതി വരികയും ചെയ്യും. 2066-ല് അമേരിക്ക ഒരു പരിസ്ഥിതി വിനാശക ആയുധം കണ്ടുപിടിക്കും. 2100-ല് ഒരു കൃത്രിമ സൂര്യൻ ഭൂമിയുടെ ഇരുണ്ട വശത്തെ ചൂടാക്കി തുടങ്ങും. 2130-ൽ അന്യഗ്രഹ ജീവികളുടെ സഹായത്തോടെ കടലിനടിയിലെ സമൂഹങ്ങൾ മനുഷ്യർ രൂപീകരിക്കും. 2183-ൽ ചൊവ്വയിലെ കോളനി സ്വയംഭരണം നേടുകയും ഭൂമിയിൽ നിന്നും പരമാധികാരം ആവശ്യപ്പെടുകയും ചെയ്യും. 2288-ൽ മനുഷ്യൻ സമയയാത്ര കണ്ടെത്തുകയും അതോടൊപ്പം അന്യഗ്രഹ ജീവികളുമായി സമ്പർക്കം പുലർത്തുകയും ചെയ്യും. 3797-ൽ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും അപ്രത്യക്ഷമാവുകയും മനുഷ്യർ ഒരു പുതിയ സൗരയൂഥത്തിൽ കോളനികൾ സ്ഥാപിക്കുകയും ചെയ്യും. 4599-ൽ മരണമില്ലാത്ത അവസ്ഥ മനുഷ്യജീവിതത്തിലെ ഒരു മാനദണ്ഡമായി മാറും. 5079-ൽ വാങ്കയുടെ പ്രവചനമനുസരിച്ച് ലോകം അവസാനിക്കുന്ന വർഷമാണിത്. ബാബ വാങ്കയെ കൂടാതെ ലോക സംഭവങ്ങൾ പ്രവചിച്ച മറ്റ് പ്രശസ്ത മിസ്റ്റിക്കുകളും ചരിത്രത്തിലുണ്ട്. നോസ്ട്രാഡാമസ് 16-ാം നൂറ്റാണ്ടിലെ പ്രശസ്ത ഫ്രഞ്ച് ജ്യോതിഷിയായ ഇദ്ദേഹം ഹിറ്റ്ലറുടെ ആരോഹണം, ഫ്രഞ്ച് വിപ്ലവം, 9/11 ആക്രമണങ്ങൾ തുടങ്ങിയവ പ്രവചിച്ചതായി വിശ്വസിക്കപ്പെടുന്നു. നോസ്ട്രാഡാമസും ബാബ വാങ്കയും 9/11 പോലുള്ള പൊതുവായ ആഗോള സംഭവങ്ങൾ പ്രവചിച്ചത് ഏറെ ശ്രദ്ധേയമാണ്. എഡ്ഗർ കെയ്സ്
ഉറങ്ങുന്ന പ്രവാചകൻ എന്നറിയപ്പെടുന്ന ഇദ്ദേഹം ആരോഗ്യം, പുനർജന്മം, ഭാവി സംഭവങ്ങൾ എന്നിവയെക്കുറിച്ച് 14,000-ത്തിലധികം പ്രവചനങ്ങൾ നൽകി. ബാബ വാങ്കയുടെ പ്രവചനങ്ങൾ അവ യഥാർത്ഥ ദിവ്യദൃഷ്ടിയാണോ അതോ സംഭവിച്ചതിനു ശേഷം വ്യാഖ്യാനിക്കപ്പെട്ട അവ്യക്തമായ പ്രസ്താവനകളാണോ എന്നത് ഒരു തുറന്ന ചർച്ചയാണ്. പലപ്പോഴും അവരുടെ വാക്കുകൾ അവ്യക്തമായി നിലനിൽക്കുമ്പോൾ പോലും അജ്ഞാതമായതിനെക്കുറിച്ചുള്ള മനുഷ്യന്റെ ജിജ്ഞാസ വാങ്കയുടെ വാക്കുകൾക്ക് എപ്പോഴും പ്രസക്തി നൽകുന്നുണ്ട്. ലോകത്തെ മാറ്റിമറിച്ച സംഭവങ്ങൾ കൃത്യമായി പ്രവചിച്ചതിലൂടെ ബാബ വാങ്ക, നോസ്ട്രഡാമസ്, എഡ്ഗർ കെയ്സ് തുടങ്ങിയ മറ്റ് പ്രശസ്ത ദർശകന്മാർക്കൊപ്പം ഒരു കൗതുകകരമായ വ്യക്തിത്വമായി തുടരുന്നു. വരാനിരിക്കുന്ന ലോകത്തെക്കുറിച്ചുള്ള മനുഷ്യന്റെ ആകാംക്ഷയ്ക്ക് ഒരു ഉൾക്കാഴ്ച നൽകുന്ന അവരുടെ പാരമ്പര്യം സംവാദങ്ങളെയും അന്വേഷണങ്ങളെയും എപ്പോഴും ഉണർത്തിക്കൊണ്ടേയിരിക്കും.